പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വിവരവുമായിട്ടാണ്. അതായത് ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ എല്ലാവരുടെയും വിവരശേഖരണം നടത്തുന്നു. എന്തെന്ന് വെച്ചാൽ 10 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ പണിയെടുത്ത പറമ്പിൻ്റെ വിവരങ്ങളാണിപ്പോൾ കൊണ്ടെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്, അവിടെ എത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് 10 വർഷം, സാധാരണ നമ്മൾ 3 വർഷം കൂടുമ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 വർഷം കഴിഞ്ഞാൽ അവിടെ വീണ്ടും ജോലി ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്, ഒരേ ജോലി തന്നെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കൊടുക്കേണ്ടത് നമ്മൾ 10 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ 3 പ്രാവശ്യത്തിൽ കൂടുതൽ ജോലി ചെയ്ത പറമ്പ്, അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ എത്തിക്കേണ്ടത്. അപ്പോൾ അത് എല്ലായിടത്തും വിവരങ്ങൾ വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കൊടുക്കുന്ന മേറ്റുമാരും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10 വർഷത്തിൽ കൂടുതൽ 10 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ ജോലി ചെയ്ത എല്ലാ പറമ്പിൻ്റെ വിവരങ്ങൾ എടുക്കുക. ആ വിവരങ്ങളുടെ അകത്ത് ആ ഉടമസ്ഥൻ്റെ പേര്, പിന്നെ തൊഴിൽ കാർഡ് നമ്പർ, അദ്ദേഹത്തിൻ്റെ തൊഴിൽ കാർഡ് നമ്പർ, പിന്നെ എത്ര സെൻറ്റ് സ്ഥലമാണ് അവിടെ ഉണ്ടായിരുന്നത്, ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 3 കൂടുതൽ ജോലി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 2 വർഷം കൂടുമ്പോൾ ആ വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ കൊടുക്കുക. കാരണം ഇതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് കൃത്യമായിട്ട് സെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ജോലി ചെയ്ത അളവ് തന്നെ കൊടുക്കണം. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു വർഷത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ ഓരോ വർഷവും നമ്മളെടുത്ത സെൻറ്റിൻ്റെ കണക്കൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അത് കഴിച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് കൊടുക്കാനൊക്കെ പറ്റും. അളവും പിന്നെ എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ട്, ഈ കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് ചിലപ്പോൾ എന്ത് വെച്ചാൽ 10 വർഷം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കാലയളവാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഡാറ്റകളെല്ലാം മിസ്സായി പോയിട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും അത് ശേഖരിച്ചിട്ട് ഇപ്പോൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇപ്പോൾ 3 പ്രാവശ്യത്തിൽ കൂടുതലെടുത്ത ഉടമസ്ഥൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ തൊഴിൽ കാർഡ് നമ്പർ, എത്ര സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്തത്. അപ്പോൾ ആ വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, നിങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ലെങ്കിൽ കൊടുക്കണ്ട, വിവരം കിട്ടിയാൽ ഉടനെ എത്തിക്കുക. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.